എല്ലാവർക്കും നമസ്കാരം. അല്പനേരം ദൈവവചനം ശ്രദ്ധിക്കാം നമുക്ക്, അല്ലേ? നിങ്ങൾ തയ്യാറാണോ? നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്, യേശു, നമുക്കറിയാം യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു, അല്ലേ? അനേകരിലേക്കാളുപരിയായി 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായതായിട്ട് നമുക്കറിയാം. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന് പ്രത്യേക എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയയോ അല്ലെങ്കിൽ സാമ്പത്തികമായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു ആത്മീകമായ ഉദ്ദേശങ്ങളാണ് ശിഷ്യന്മാരിലൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മീകമായ ഉദ്ദേശങ്ങൾക്ക് ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. അപ്പോൾ യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കിയെന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയിലും മറ്റ് പല മതങ്ങളിലും അവരത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശിഷ്യൻ ഗുരു എന്നുള്ളൊരു ബന്ധം നമുക്ക് യേശുവിൽ കാണാൻ കഴിയും. അതിനു മുമ്പും ഉണ്ട്. യേശു ശിഷ്യ ഗുരു ബന്ധം അതിനു മുമ്പും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ യേശു ഒരു നല്ലൊരു ഗുരു ആയിരുന്നു, അല്ലേ? ശരിക്കും യേശുവിനെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ ആരാണ് നല്ലത് എന്ന് യേശു ചോദിച്ചു. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞു. അത് യേശു മനുഷ്യത്വത്തിൽ, അതായത് ആ വ്യക്തി യേശുവിനെ കൊണ്ട് ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ നടത്തിപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു, സെറ്റപ്പായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് യേശു അങ്ങനെ പറഞ്ഞത്. യേശു നല്ലവനാണ്, യേശു പാപമില്ലാത്തവനാണ്, യേശു മനുഷ്യനായി വന്ന് പാപം ചെയ്യാതെ പാപികളായി നമുക്ക് വേണ്ടി മരിച്ചവനാണ്. പക്ഷെ യേശുവിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ യേശുവിൻ്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾക്കത് അവസരമുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അന്ന് തീർന്നു പോയതല്ല. യേശുവിലുള്ള ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീർന്നു പോയതല്ല, ഇന്നും നിലനിൽക്കുന്നതാണ്. യേശു എന്താണ് നമുക്ക് കാണിച്ചു തന്നത്, യേശു എന്താണ് പറഞ്ഞത്, ശിഷ്യത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഒരു ശിഷ്യനാകാനും ശിഷ്യനാക്കാനും എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായി വേണ്ടതെന്ന് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ആദ്യം യേശു നമുക്ക് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായൊരു വചനമാണല്ലേ, മത്തായി 28:18 യേശു ഇങ്ങനെയാണ് പറയുന്നത്: ലോകത്തിൻ്റെ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല സൃഷ്ടിയെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ കമാൻഡിൽ ഏറ്റവും ഹൈലൈറ്റായി കിടക്കുന്ന ഒരു കമാൻഡാണ് അത്. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പ്രത്യേക വാക്ക് പേരൊന്നും, ദൈവവചനമാണ് എങ്കിലും കർത്താവ് നമ്മളോട് പറഞ്ഞതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് കിടക്കുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് കമ്മീഷൻ, ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളാദ്യം ഒരുവനെ ശിഷ്യൻ ആക്കണമെങ്കിൽ നമ്മൾ ശിഷ്യത്വത്തിൽ ജീവിക്കണം, അല്ലേ? നമുക്ക് ശിഷ്യത്വം എന്നുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പം നമ്മൾ ശിഷ്യരായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, യേശുവിൻ്റെ ക്രൂശ് എടുക്കാൻ നമുക്ക് കഴിയില്ല. യേശുവിൻ്റെ ഇതിൽ പങ്കാളിയാകാൻ, യേശു ചെയ്ത അത്രമാത്രം മഹത്തമായ കാര്യങ്ങളിലൊന്നും പങ്കെടുപ്പാൻ നമുക്ക് സാധിക്കുന്നതല്ല. അത് ഒരു ദൈവിക പദ്ധതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റും. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്രൂശ് എടുക്കുമ്പോൾ തീർച്ചയായും ഇത് ഒരു സൂപ്പർ സോഫ്റ്റ് സ്മൂത്ത് വഴിയല്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഒന്നുണ്ട്, സർവശക്തനായ ദൈവമാണ് നിങ്ങൾ വിളിക്കുന്നത്. ശിഷ്യനാകാൻ വിളിക്കുന്നത് ഞാനല്ല, നമ്മുടെ അയൽവക്കത്തെ ആരുമല്ല, അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ആരുമല്ല. ദൈവത്തിൻ്റെ പരമവിളിയാണത്. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരമവിളിയാണ്. അപ്പം യേശു അതിന് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു, അല്ലേ? യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കി, എന്നിട്ട് യേശു എങ്ങനെയാണ് ശിഷ്യന്മാരെ, അല്ലേ, കൈകാര്യം ചെയ്യുന്നതിനും വലിയൊരു ഉദാഹരണം യേശുവിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദൈവിക പ്രസ്ഥാനങ്ങളുണ്ടല്ലേ, ദൈവികമായ ആരാധനകൾ, കൂട്ടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഒരു ചോദ്യചിഹ്നം ഉയരുന്നത്,
നമ്മളിങ്ങനെ കൂടിയിരുന്ന് കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു സഭാ സെറ്റപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ യേശു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയോ മാറിപ്പോയോ എന്നുള്ളത് നമ്മൾ ഇന്നും ദൈവവചനത്തിലൂടെ ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ ശിഷ്യരാക്കാൻ പറഞ്ഞ യേശു പോയിട്ട് നമ്മൾ ശിഷ്യത്വം സ്വീകരിക്കുന്നുണ്ടോ, ശിഷ്യന്മാരെ ആക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ യേശു എന്താണ് ചെയ്തത്? യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃക കാണിച്ചു തന്നു അല്ലേ. യേശു തൻ്റെ ജീവിതം തന്നെ ശിഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിൽ സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സകല മാനവജാതിക്ക് വേണ്ടിയാണെങ്കിൽ പോലും യേശു അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നു കാണാൻ പറ്റും അല്ലേ. അന്ന് ശിഷ്യന്മാരാണോ ഉണ്ടായിരുന്നത് അല്ലേ. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു. വേണമെങ്കിൽ യേശുവിന് നീ പൊക്കോ എന്ന് പറഞ്ഞ് വേറൊരാൾ, എനിക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ സാക്രിഫൈസ് ആയിക്കോ എന്ന് പറയാമായിരുന്നു. പക്ഷേ യേശു തൻ്റെ മാതൃക കാണിച്ച തൻ്റെ പ്രാണനെ വെച്ച് നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യേശു പിന്നെ ചെയ്തത്, യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശുവിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നത് യോർദാൻ നദിയിൽ നിന്ന് സ്നാനമേറ്റപ്പോൾ പ്രാവെന്നതുപോലെ ഇറങ്ങി വന്നതായി നമുക്കറിയാം. അപ്പോൾ അത് വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് കാര്യമാണ്. ശിഷ്യത്വത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്നുള്ളത് ശിഷ്യത്വത്തിലെ ഏറ്റവും കീ ഘടകമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി ഉള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ ആരെയും സ്നാനപ്പെടുത്താനോ നിങ്ങളെ ഒന്നും എന്താ പറയുക സഭ മാറ്റാനോ പ്രസംഗിക്കുന്നതല്ല. നിങ്ങൾ വചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിച്ചതെന്ന് അറിയാം. വചനം ദൈവമാണ്. നമുക്ക് ഇതൊന്നും ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മത്തായി സുവിശേഷം 3-ാം അധ്യായമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് സ്നാനമേറ്റ് യോർദാൻ കരയിൽ നിന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ്റെ മിക്ക സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ടത്. പിന്നെ യേശു കാണിച്ചു തന്നത് അവരെ സ്നേഹിക്കുന്നത്. അത് അവിടെ കിടക്കട്ടെ, സ്നാനമല്ല എൻ്റെ വിഷയം. അത് ഞാൻ സ്നാനപ്പെട്ടതാണ്. ഞാൻ യാക്കോബായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ സഭ മാറുകയല്ല ചെയ്തത്, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ കൽപ്പന ആകുന്ന സ്നാനം അനുസരിക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് അതിലൂടെ ദൈവവുമായൊരു പ്രാഗൽഭ്യം ജീവിതത്തിലുണ്ടാവും. ഞങ്ങൾ കുടുംബമായി ഒരു ദിവസം തന്നെ ഒരേ സമയത്ത് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം ഏറ്റതാണ്. ഞാൻ ചെറുപ്പത്തിൽ മാമോദിസ ഏറ്റിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ മാമോദിസ ഏൽക്കുമ്പം നമ്മൾ അറിയുന്നില്ലല്ലോ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഇതൊന്നും ഒരു വിവാദ വിഷയമൊന്നുമല്ല, ഇതൊന്നും വളരെ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തൻ്റെ പാവങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. പാവങ്ങളുടെ മോചനത്തിനായി ഒന്ന് മാനസാന്തരപ്പെട്ട്, രണ്ട് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് വേണം, യേശുക്രിസ്തു വിശ്വസിച്ചിട്ട് വേണം സ്നാനം ഏൽപ്പാൻ. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി വരണം. നമുക്ക് എന്തിനാണ് ചെയ്യുന്നത്, പാപമോചനത്തിനാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നത്. ചെറുപ്പത്തിലേക്കാളും നല്ലതാണ്, ചെറുപ്പത്തിനേക്കാളും മെച്ചമാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ചെറുപ്പത്തിലുള്ള സ്നാനം തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. അതിലേക്ക് കിടക്കാതെ നമുക്ക് ദൈവവചനത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വിൽ ഫോൾ ഇൻ പ്ലേസ്. നമ്മളിവിടെ വി ആർ നോട്ട് ഫോർ എ കോൺഫ്രണ്ടേഷൻ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിബേറ്റിന് വേണ്ടിയിട്ടല്ല ഞാൻ ദൈവവചനം സംസാരിക്കുന്നത്. ദൈവവചനം അറിയാത്തവരുണ്ട്. ദൈവവചനത്തിൻ്റെ വെളിച്ചം കിട്ടാതെ ചില സഭകൾ, പ്രസ്ഥാനങ്ങൾ ചിലതെല്ലാം മറച്ചു വയ്ക്കുന്നുണ്ട്. അത് അവർക്ക് വെളിപ്പെടാത്തതുകൊണ്ടാണ്. ഇന്ന കാര്യങ്ങൾ ദൈവത്തെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നിരവധിയായ കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. സ്നാനം മാത്രമല്ല, ഇതിൻ്റെ വെളിച്ചം കിട്ടുമ്പോഴാണ്, കർത്താവിലേക്ക് അടുത്ത് വരുമ്പോഴാണ് ഇതെല്ലാം സത്യമാണെന്ന് തെളിയുന്നത്. അതുകൊണ്ട് കർത്താവ് ചെയ്ത, ശിഷ്യനായി ഗുരുവായിരിക്കെ കർത്താവ് ചെയ്ത കാര്യമാണ് മറ്റുള്ളവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി അവരെ വിശ്വാസത്തിൽ ദൈവപ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം അവരെ വളർത്തി വലുതാക്കുന്നത് കാണാൻ കഴിയും. അപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന എന്നെ നിങ്ങളൊരു ക്രിസ്തീയ പ്രസ്ഥാനത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, ആദ്യം അങ്ങനെയുള്ള ആളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നുണ്ടോ, അതോ നിങ്ങൾ തന്നെ എന്നും നിങ്ങളിരിക്കുന്ന കസേരയിലിരുന്ന് നിങ്ങൾ ദൈവത്തെ
വാഴ്ത്തുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നൊരു പ്രോസസ്സിൻ്റെ ഭാഗമാകുന്നുണ്ടോ? ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വാസ്തവമായി ദൈവവേലയല്ല, ദൈവ ശുശ്രൂഷയല്ല ചെയ്യുന്നതെന്ന് മറന്നു പോകരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വയം മാനത്തിനും മഹത്വത്തിനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്ന് മറന്നു പോയത്. യേശുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ഈ ലോകത്തെ ജീവിതത്തിന്, ഈ ലോകത്തു നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്ത കാര്യമാണ്. അത് തുടർന്നും യേശു ചെയ്ത കാര്യം, യേശു പറഞ്ഞ കാര്യം, പിന്നീട് അപ്പോസ്തലന്മാർ ചെയ്ത കാര്യം ഇത് തന്നെയാണ്, വേറൊന്നും മാറ്റമില്ല. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിനെ ആണെങ്കിൽ യേശു പറഞ്ഞത് നമ്മൾ പ്രസംഗിക്കുവാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ വളരണം എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെ ഇന്ന് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ വാസ്തവമായി തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിനെ വാസ്തവമായി തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ കർത്താവ് പറഞ്ഞത് ചെയ്യുമ്പോഴാണ്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഉള്ളിൽ ദൈവ സാന്നിധ്യം, ദൈവവുമായൊരു വലിയ പ്രാഗൽഭ്യം ഉണ്ടാവുക. അങ്ങനെ ശിഷ്യന്മാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു അനുഭവമുണ്ട്. യേശു ആദ്യം സ്വയം ശിഷ്യനാവണം. നിങ്ങൾ ഒരാൾ ആദ്യം കർത്താവിൻ്റെ ശിഷ്യരായിത്തീരണം. നിങ്ങളൊരിക്കലും ഗുരു ആകുന്നില്ല, നമ്മളാരും ഗുരു ആകുന്നില്ല. ശ്രദ്ധിക്കണം പറഞ്ഞത്. നമുക്ക് എന്നും ഒരു ശിഷ്യത്വ മനോഭാവം ഉണ്ടാകണം. നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ജീവിതത്തിൽ നിങ്ങളുടെ അവസാന ശ്വാസം വരെയും നിങ്ങൾ ശിഷ്യരായി തന്നെയാണ്. നിങ്ങൾ വാസ്തവമായി കർത്താവിന് ശിഷ്യത്വം സ്വീകരിച്ച ആളാണെങ്കിൽ നിങ്ങൾ ശിഷ്യർ തന്നെയാണ്. നിങ്ങളൊന്നുമായി എന്ന് വിചാരിക്കരുത്. നമ്മളാരും ഒന്നും ആയിട്ടില്ല. നമ്മൾ താഴ്മയുടെ അനുഭവത്തിൽ എന്നും ജീവിക്കുന്നുവെങ്കിൽ നല്ലൊരു ശിഷ്യനായി ജീവിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് അനേകരെ ശിഷ്യത്വത്തിലേക്ക് വഴി നയിക്കുവാനും കഴിയും. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു ഗുരു. നമ്മൾ പണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളുകളിൽ ഗുരു ശിഷ്യൻ എന്താ ചെയ്യണം, ഗുരു തനിക്കറിയുന്ന എല്ലാ അഭ്യാസങ്ങളും കാര്യങ്ങളെല്ലാം ശിഷ്യന് പകർന്നു കൊടുക്കും അല്ലേ. ഗുരു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വിമ്മിങ്ങിന് വിടുന്നതാണ്. ആ സഹോദരി, ആ സ്ത്രീ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിനെ സ്വിമ്മിങ് പഠിപ്പിക്കുമ്പോൾ ആളുടെ ഉള്ളിലെ മനസ്സെനിക്ക് കാണാൻ കഴിയും. ഒരിക്കലും കുറച്ച് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടല്ല ആ സ്ത്രീ കുഞ്ഞിനെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞ് വളർന്നു വലുതായി ആ ഒരു അഭിമാനം, അതായത് ആ നല്ലൊരു ഹൈറ്റ്സിലെത്തുമ്പം, അല്ലെങ്കിൽ ആർക്കും കീഴടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏറ്റവും മിടുക്കിയായി ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഈ ടീച്ചർക്ക് തീർച്ചയായും അഭിമാനം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾക്ക് ഈ യേശു കാണിച്ചു തന്ന ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലോകപരമായ ഗുരുശിഷ്യ ബന്ധം പോലെയല്ല. ഞാൻ വളർന്നു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ആദ്യം വളരണം. ഞാനൊരു പ്രോപ്പർ ശിഷ്യനായി വളരണം. ക്രിസ്തുവിൽ വളരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തെ മാനങ്ങളൊന്നും, ഈ ലോകത്തെ പുകഴ്ചകളൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് എപ്പോഴും പഴിയും ഇതും മറ്റുള്ളവരിൽ നിന്ന് കല്ലേറും കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മളല്ല വളരുന്നത്, നമ്മുടെ ജഡമല്ല, നമ്മുടെ സ്വന്തമല്ല വളരുന്നത്, നമ്മൾ ക്രിസ്തു വളരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ശിഷ്യനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം, ശിഷ്യനെ നിങ്ങൾക്ക് വളർത്തുവാൻ തക്കവണ്ണം നിങ്ങളല്ല, നിങ്ങളുടെ മനുഷ്യത്വമല്ല. അപ്പം നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടാവില്ല. ദൈവത്വത്തിലായതുകൊണ്ട് ലിമിറ്റില്ലാതെ നിങ്ങൾക്ക് ആ ശിഷ്യനെ വളർത്തുവാനും സഹായിക്കുവാനും കഴിയും. അപ്പോൾ യേശു കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്തു, ഫെയ്ത്ത് എക്സസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പം ഒരിക്കലും ഇതെല്ലാം എൻ്റെ കൈകൊണ്ട് ചെയ്യണം, ഇതെൻ്റെ മാത്രമാണ്, എൻ്റെ കിങ്ഡമാണ് എന്ന് വിചാരിച്ച് നിങ്ങളാരും ഇരിക്കരുത്. നിങ്ങൾ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശിഷ്യത്വത്തിലേക്ക് വരണം. ശിഷ്യത്വത്തിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം വചനം പഠിക്കണം. വചനം ആഴത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം, മറ്റുള്ളവനെ സ്വന്തം കാലിൽ നിന്ന് ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം, അവൻ്റെ ഉള്ളിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, അവനെക്കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയിക്കുവാൻ അവൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ ഫെയ്ത്ത് എക്സസൈസ് ചെയ്യാൻ അവൻ നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ അവസരം കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു മുതിർന്ന ആളാണ് എന്ന് വിചാരിച്ചോ. നിങ്ങളൊരു മുതിർന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ശിഷ്യനാണെങ്കിലും, മുതിർന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലുണ്ടായിരിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, ആരെയും കൂടുതലായി സ്നേഹിക്കാതെ തുല്യമായ ഒരു അൺബയസ്ഡ് ആയിട്ടുള്ളൊരു സ്നേഹത്തിന് ഉടമയാണ് എങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് വരുവാനിടയാവും. കാരണം ഇത് മനുഷ്യപരമായ ഒരു സ്നേഹമല്ല എന്ന് ഈ പുതിയ ശിഷ്യന് അനുഭവപ്പെടാൻ ഇടയാവും. അങ്ങനെയാണ് ശിഷ്യന്മാരുണ്ടാകുന്നത്. അപ്പോൾ ഈ നിർവ്യാജമായ സ്നേഹം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരെന്നറിയപ്പെടുമെന്നാണ് പറഞ്ഞത്.
എൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വർഗീസിനെ യാക്കോബിനേക്കാളും കൂടുതൽ സ്നേഹിക്കരുത്. നിങ്ങളുടെ സ്നേഹം എപ്പോഴും മുഖപക്ഷമില്ലാതെ, അല്ലെങ്കിൽ തുല്യമായ സ്നേഹം നിങ്ങൾ കൊടുക്കുക. നിങ്ങളെല്ലാവരും സ്നേഹിച്ചോട്ടെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ ഒരുവന് $50 കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കഴിവതും എല്ലാവരോടും സ്നേഹമായിരിക്കുമെന്ന് പൗലോസ് പറയുന്നത് പോലെ, നിങ്ങളുടെ കഴിവിൽ പരമാവധി എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുക. ഈ തുല്യമായി സ്നേഹിക്കുമ്പോൾ ഒരുവൻ കർത്താവിലേക്ക് വരുവാൻ അടുത്ത് നിൽക്കുന്നുവെങ്കിൽ, അവൻ നോക്കുമ്പോൾ നമ്മളുടെ സ്നേഹം, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ പങ്കുചേരാത്ത, അല്ലെങ്കിൽ നമ്മളൊരാളുടെ തോളിൽ മാത്രം കൈ തൊടാതെ എല്ലാവരെയും തുല്യമായും സ്നേഹിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ, ഇത് മാനുഷിക സ്നേഹമല്ല. മനുഷ്യർ, സാധാരണ ജാതികൾ, സാധാരണ ആളുകളെല്ലാം അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ അങ്ങനെ സ്നേഹിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സ്നേഹം ദൈവിക സ്നേഹമാണ്. ഇത് ഒരു മനുഷ്യർക്ക് തരാൻ കഴിയുന്നതല്ല. ഈ ഒരു സ്നേഹത്തിൻ്റെ പങ്കാളിയായി എനിക്കും ശിഷ്യനാകണം, ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന മെസ്സേജ്, കർത്താവിൻ്റെ മെസ്സേജ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ഇടയാകും. അപ്പോൾ മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കേണ്ടതാണ് അങ്ങനെയാണ് മറ്റുള്ളവരെ നമുക്ക് നേടാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ ശിഷ്യത്വത്തിൽ വളർന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവനെ ശിഷ്യനാക്കണമെങ്കിൽ, അവന് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിലയുള്ളതാണ്, വേർത്തിയാണെന്ന് തോന്നണം, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുണമുള്ളതാണ് എന്ന്, അത് ഈ ലോകത്തിലെ ഗുണമല്ല, അത് സ്വർഗീയ നിത്യത വരെയോളം ദൈവത്തെ അനുസരിക്കുന്ന വിഷയത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലെല്ലാം വേർത്തിയാണെന്ന് തോന്നണം. അതായത് നമ്മൾ ചിലവഴിക്കുന്ന സമയം ആണെന്ന് തോന്നണം. അത് വേർത്തിയാണെന്ന് തോന്നണം. വേർത്തിയാണെന്ന് തോന്നുമ്പോഴാണ്, ആ വിലയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഒരുവന് നിങ്ങളെ അനുഗമിക്കാൻ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഗുരു എന്ന് ഞാൻ നിങ്ങളെ വിളിക്കില്ല. ഗുരു കർത്താവാണ്, നമ്മളെല്ലാം ശിഷ്യന്മാരാണ്. എന്നാൽ ഈ സീനിയർ ശിഷ്യന്മാർ, അല്ലേ, നമ്മൾ കുറച്ച് നാൾ ശിഷ്യന്മാരായി ജീവിച്ച ശിഷ്യന്മാർ, ജൂനിയർ ശിഷ്യന്മാരെന്ന് പറയാം നമുക്ക് പുതിയ ആൾക്കാരെ. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പറഞ്ഞു, നമ്മളെല്ലാത്തിലും മാതൃക ഉള്ളവരായിത്തീരണം. സ്നേഹത്തിലും സഹകരണത്തിലും കൂട്ടായ്മയിലും ദൈവവചനത്തിലും എല്ലാത്തിലും മാതൃക ഉള്ള ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ, അത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയാൻ ഇടയാകാത്തൊരു അവസ്ഥയിൽ ജീവിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് നമ്മളെ ഒരു വിലയുണ്ടാവില്ല. നമ്മളെ ഫോളോ ചെയ്യാൻ തക്കവണ്ണം യേശു മതിയായവനായിരുന്നു, അല്ലേ? യേശു വേദിയായിരുന്നു ഫോളോ ചെയ്യാൻ തക്കവണ്ണം. യേശുവിലെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് എന്തുകൊണ്ട് അനേകർ കർത്താവിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തെറ്റാണ്, കർത്താവിൻ്റെ തെറ്റല്ല. നമ്മൾ വേണ്ടതുപോലെ ശിഷ്യനായി ജീവിക്കാത്തത് കൊണ്ടും, നമ്മൾ സെൽഫ് ഡിനായ് ചെയ്യാതെ ഈ ലോകത്തെ സന്തോഷങ്ങളിൽ മാത്രം മുഴുകി, നമ്മുടെ ലക്ഷ്യം നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ ലോകത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്തയും സംസാരവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഭാവങ്ങളും എല്ലാം ഈ ലോകത്തെ വസ്തുക്കളും ഈ ലോകത്തെ ലാഭങ്ങളും മാത്രം നിങ്ങൾ ചിന്തിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ കണ്ട കർത്താവല്ല, നിങ്ങൾ ഈ ലോകത്തെ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് എനിക്ക് 100% പറയാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഇൻറ്റൻഷൻസ് മുഴുവൻ ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ശിഷ്യന്മാരെ സമ്പാദിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഭവം, കർത്താവിൽ നിന്ന് വലിയ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവിൽ നിന്ന് വലിയ പ്രാഗൽഭ്യം നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയ ആളുകളെ പെർഫെക്ഷനിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പെർഫെക്ഷനിലേക്ക് നയിക്കണം നമ്മൾ ഒരിക്കലും ഒരു ശിഷ്യനാക്കിയിട്ട് ആ ശിഷ്യനെ തോന്നിയ പോലെ വിടാനല്ല, ആ ശിഷ്യനെ നമ്മൾ പെർഫെക്ഷനിലേക്ക് നടത്തണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ആദ്യത്തെ ശിഷ്യന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ, കർത്താവിൽ നിന്നും സന്തോഷം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ഞാൻ ആ ശിഷ്യനെ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ചിലരെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് മതത്തിൽ ചേർന്ന് അവരെ വീണ്ടും ഇരട്ടി നരകയോഗ്യരാക്കരുതെന്ന് പറയണത്. മതത്തിൽ ചേർക്കുന്നതല്ല ശിഷ്യത്വം. ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പോലത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവർക്ക് പകർന്നു കൊടുക്കുക. കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവിൻ്റെ ആ സ്നേഹം, നിത്യമായ അനുഭവങ്ങൾ, ഇതിലെല്ലാം അവരെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പിന്നെ നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഉപദേശങ്ങൾ ഇന്നൊന്ന് പറഞ്ഞു, നാളെ വേറെ ഒന്ന് പറഞ്ഞു, വേറൊരാളിൽ നിന്ന് വേറെ കേട്ടു,
നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആളായിരിക്കണം. നിങ്ങൾ ഒരിക്കലും മാനുഷികമായ കൽപ്പനകളെ ഫോളോ ചെയ്തത് അത് മാറിപ്പോകും. പക്ഷെ ദൈവികമായ കൽപ്പനകളെ സ്വീകരിച്ച് ശിഷ്യന്മാർക്ക് ദൈവികമായ അനുഭവങ്ങളെ പകർന്നു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ സ്ഥിരതയുള്ളതും പ്രോഗ്രസ് ചെയ്യുന്നതുമായ അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കരുത്, എപ്പോഴും പ്രോഗ്രസ് ചെയ്യണം. നമ്മൾ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പ് അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ത്യജിക്കണം. നമ്മൾ സ്ഥിരത ഉണ്ടായിരിക്കണം. നമുക്ക് കുറ്റമില്ലാത്തൊരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ഒരു തെറ്റും നമുക്ക് എന്താ പറയുക, ആരും നമ്മളെക്കുറിച്ച് ദോഷം പറയാത്ത വണ്ണം വേണം നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഈ ശിഷ്യത്വം മുമ്പോട്ട് കൊണ്ടുപോകാൻ. നമ്മളെ തന്നെ ത്യജിക്കണം. നമ്മൾ കുറയണം, ക്രിസ്തു വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതെല്ലാം ആപ്ലിക്കബിൾ ആണോ, നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരണം. ക്രിസ്തു വളരുമ്പോൾ നമ്മൾ കുറയും. ക്രിസ്തു വളരുമ്പം നമ്മൾക്ക് മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കാനുള്ള, എന്നിൽ നിന്ന് മാത്രമല്ല ഈ രക്ഷയുടെ അനുഭവം ഈ ലോകത്തിലെത്തേണ്ടത്. ഞാൻ വളർത്തുന്ന, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കണ്ടാലറിയാം, ഫിലിപ്പ് എന്നൊരു വ്യക്തി ഉണ്ടല്ലോ ദൈവവചനത്തിൽ. ഫിലിപ്പല്ല, ആൻഡ്രൂവിനെ കാണാൻ കഴിയും. ആൻഡ്രൂ എവിടെയാണ് പോയത്? ആൻഡ്രൂ നമുക്കറിയാം പത്രോസിനെ, തൻ്റെ സഹോദരനെ പത്രോസിനെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ആൻഡ്രൂവിനെ കാണാൻ കഴിയില്ല അല്ലേ. മറ്റേ മത്സ്യം ഉണ്ടായിരുന്ന ബാലനെ കണ്ടുപിടിച്ചത് ആരാണ്? ഈ ആൻഡ്രൂ ആണ്. പക്ഷേ ഇതെല്ലാം എന്നിലൂടെ മാത്രമാണ് ഈ രക്ഷയുടെ, അതാണ് കർത്താവ് പറഞ്ഞ ശമര്യാസ്ത്രീയോട് പറഞ്ഞപ്പോൾ, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് പ്രതിഫലം, അതിനുവേണ്ടി വിളവ് സൂക്ഷിച്ചു വെക്കുകയാണ്. അതിൻ്റെ ഹാർവെസ്റ്റിങ്, അത് നിത്യതയിൽ പ്രതിഫലം സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ നിങ്ങളിലൂടെ ഈ ലോകത്തെ എല്ലാവരും സ്വർഗരാജ്യത്തിൽ നിങ്ങൾ തന്നെ കാരണമാകണമെന്നില്ല. നിങ്ങളതിൻ്റെ കാരണമാണെന്നല്ല, നിങ്ങളതിൻ്റെ മുഴുവൻ റോളും പങ്കെടുക്കണം എന്നില്ല. നിങ്ങൾ വിത്ത് വിതയ്ക്കുക, ദൈവവചനം പറഞ്ഞു കൊടുക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഫലം ദൈവം തരും. നനയ്ക്കുന്നവനും ഇടുന്നവനും ഒന്നുമില്ല, വിത്ത് ഇടുന്നവനും ഒന്നുമില്ല. നമുക്ക് ഫലം തരുന്ന കർത്താവാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഒരുപാട് ടു മച്ച് സ്ട്രെസ്ഡ് ആവരുത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കുകയാണെന്നൊക്കെ പറയും. ദൈവത്തെ ആരാധിക്കുകയാണെങ്കിലും നിങ്ങൾ ബേസിക്സ് കാര്യങ്ങൾ, കർത്താവ് പറഞ്ഞ ബേസിക്സ് കാര്യങ്ങൾ, അത് എത്ര വലിയ സഭയാണെങ്കിലും, എത്ര വലിയ പള്ളിയാണെങ്കിലും, സഭയാണെങ്കിലും, പ്രസ്ഥാനമാണ്, എന്തുവാണെങ്കിലും, നിങ്ങൾ കീപ്പ് ഇറ്റ് സിമ്പിളായിരിക്കുക. നിങ്ങളുടെ ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും നിരപ്പ് പ്രാപിക്കാൻ, നിങ്ങൾ ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അവധി ചോദിക്കുക, അവനുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ഉള്ള ഇടപാടുകളെല്ലാം തെറ്റായ ഇടപാടുകളിൽ നിന്ന് പുറത്തു വരിക, മാനസാന്തരത്തിൽ ജീവിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ബേസിക് കാര്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് ദൈവമായൊരു പ്രഗതിയുള്ളൂ. ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ വന്ന് നമ്മൾ ഈ ശിഷ്യത്വത്തിലേക്ക് കടക്കണം. ഈ ലോകത്തെല്ലാവരും ശിഷ്യന്മാരായി തീരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവ് അതിനു വേണ്ടിയാണ് വന്നത്. പക്ഷെ നമുക്കിതാരും മനസ്സിലാക്കി തരുന്നില്ല. നിങ്ങളെ ശിഷ്യരായാണ് കർത്താവ് വിളിക്കുന്നത്. നിങ്ങളെ ശിഷ്യത്വത്തിലേക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം വിളിക്കുന്നു. അന്ന് വചനം തന്നിട്ട് പോയ കർത്താവ് ഇന്ന് ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി എന്നിൽ വിശ്വസിക്കാൻ, ഭാവിയിൽ വിശ്വസിക്കാനുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ശിഷ്യത്വത്തിൻ്റെ വിത്ത് ഇന്നും മുളയ്ക്കുവാനിടയാവട്ടെ. ഇതൊരു ആരെയും കൊല്ലുന്ന, ആരെയും വേദനിപ്പിക്കുന്ന ഒരു മതമല്ല ഇത്. കർത്താവ് എന്ന് പറഞ്ഞ ഒരു വേ ഓഫ് ലൈഫാണ്. ഇതൊരു പ്രസ്ഥാനമല്ല, മറിച്ച് ഇത് സ്നേഹമുള്ള ദൈവത്തിൻ്റെ ഒരു ജനം, ഒരു കൂട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. കർത്താവ് ഇതെല്ലാം മാറി മറിഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ദൈവരാജ്യത്തെ തടുക്കുന്ന അനേകരിന്ന് ഈ ലോകത്തിലുണ്ട്. ചില പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞും, ചില ഇന്നിന്ന തടസ്സങ്ങളിട്ടും, ഇന്നിന്ന ചെയ്താലാണ് നിങ്ങൾക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ. ഇതൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല. നിങ്ങൾ ദൈവവചനം കേൾക്ക്. ദൈവം നിങ്ങൾക്ക് വിഷ്ടം തരും. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഇത് പറഞ്ഞു കൊടുക്കാതെ, ഇതിൻ്റെ വിശദീകരണം കൊടുക്കാതെ നിങ്ങളെല്ലാം തളർത്തി കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിലൊന്നും തല
വയ്ക്കാതെ ദൈവവചനം വ്യക്തമായി പഠിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവവചനം മനസ്സിലാക്കി തരണമെന്ന് ദൈവം മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവം വ്യക്തമായി നിങ്ങളോട് ഇടപെടുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവമായ കർത്താവ്, എന്നെ കേൾക്കുന്ന നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. എന്തെങ്കിലും ശബ്ദത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വരുന്ന ദിവസങ്ങളിൽ അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.